ഡിമെൻഷ്യ എന്ന അവസ്ഥയ്ക്ക് താങ്ങും തണലുമാവുകയാണ് കുറച്ചു മനുഷ്യർ. എറണാകുളം പച്ചാളത്തെ ഉദ്ബോധ് ഡി കെയർ ഡിമെൻഷ്യ സെന്ററും പ്രവർത്തകരുമാണ് എഴുത്തും വായനയും കളിചിരികളും ഒക്കെയായി ഒരുപാട് അച്ഛനമ്മമാർക്ക് താങ്ങാവുന്നത്. ശരിക്കും ഒരു അംഗൻവാടി തന്നെ. മാണിപ്പാപ്പനും സരസ്വതി ടീച്ചറുമെല്ലാം ഇന്ന് ഈ അംഗൻവാടിയിലെ കുട്ടികളുമാണ്. പുസ്തകവും കളർ പെൻസിലും ഒക്കെയായി ബാലപാഠം പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾ. മാണിപ്പാപ്പൻ തമാശ പറയുമ്പോൾ കൂടെയുള്ളവരെല്ലാം ചിരിക്കും. സംസാരിക്കുമ്പോൾ എല്ലാവരും ഏറ്റുപിടിക്കുകയും ചെയ്യും. പഴയ ഓർമ്മകളെ തിരിച്ചെടുക്കാൻ കഴിയില്ലെങ്കിലും പാട്ടുകൾ ഓർത്തെടുത്തും ഏറ്റുപാടിയുമെല്ലാം ഓരോ നിമിഷത്തെയും ആസ്വദിക്കുകയാണിവർ. ആരെങ്കിലും വന്നാൽ പിന്നെ വാ തോരാതെ സംസാരമാണ്. കഥയും വിശേഷവുമെല്ലാം പറയുമ്പോഴും കൈപിടിച്ച് സ്നേഹം പങ്കുവെക്കുമ്പോഴുമെല്ലാം അവർ എല്ലാവരിലും കാണുന്നത് അവരെക്കാൾ വലിയ മനസ്സുള്ള കൂട്ടുകാരെ കൂടിയാണ്. കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് ഇവരിൽ നിലനിൽക്കുന്നതെന്നും കുട്ടികളെ പോലെ തന്നെയാണ് ഇവരെ പരിപാലിക്കേണ്ടതെന്നും സെന്ററിലെ കെയർടേക്കറായ മെറ്റിൽഡ ജോസഫ് പറയുന്നു. LKG കുട്ടിയെ എങ്ങനെയാണ് നമ്മൾ പരീക്ഷിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഇവരോട് പെരുമാറുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും നമ്മളിവിടെ സ്നേഹത്തോടെയുള്ള പരിചരണമാണ് ഇവിടെ കൊടുക്കുന്നത്. വളരെ സ്നേഹത്തോടെ ഇവർ നമ്മൾ ദേഷ്യപ്പെട്ടാൽ പോലും നമ്മൾക്ക് അവരോട് ദേഷ്യപ്പെടാനുള്ള പാടില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇവരോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. കാരണം വെച്ചാൽ നമ്മൾ സ്നേഹം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ് ഇവർ. അപ്പം നമ്മൾ കൊടുക്കുന്ന ആ സ്നേഹം അതിനേക്കാൾ ഉപരിയായിട്ട് തിരിച്ചു തരാൻ ഇവർക്ക് കഴിയും. അപ്പം നമ്മൾ ഇവരോട് സ്നേഹത്തോട് തന്നെയാണ് പെരുമാറുന്നത്. നമ്മൾ സ്നേഹത്തോടെ നമ്മൾ എന്ത് പറഞ്ഞാലും ഇവരെ കൊണ്ട് നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. തെറാപ്പികളിലൂടെയും കൗൺസിലിംഗിലൂടെയും ജീവിതം തിരിച്ചുപിടിക്കാൻ സഹായിക്കുകയാണ് വേണ്ടതെന്നും ഡിമെൻഷ്യയുള്ളവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സമൂഹത്തിന്റെ ചിന്താഗതിയാണെന്നും ഉദ്ബോധിലെ സൈക്കോളജിസ്റ്റും കെയർ ഹോം മാനേജറുമായ നികിത പറയുന്നു. പഴയ കാലത്തെ മെമ്മറീസാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളത്. റീസെൻറ്റ് മെമ്മറീസ് അവരുടെ ഭയങ്കര വീക്കായിരിക്കും. നമ്മുടെ ബ്രെയിനിലെ സെൽസ് ഡാമേജ് ആയി പോവുക. സോ മോസ്റ്റ് കേസസിൽ അത് റിവേഴ്സിബിൾ അല്ല, നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. സോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ലാപ്സ് ചെയ്യുന്ന പ്രോസസ്സിനെ കുറച്ചൊന്ന് ഡിലേ ആക്കാൻ പറ്റും. ആൻഡ് ഡിമെൻഷ്യയ്ക്കൊക്കെ മെയിൻലി വേണ്ട കാര്യങ്ങളാണ് സോഷ്യലൈസേഷൻ, സ്ലീപ്പൊക്കെ. സോഷ്യലൈസേഷനും ഇവിടെ ഹൈയാണ്. കാരണം നമ്മളെല്ലാവരും പുതിയ പുതിയ മുഖങ്ങൾ അവർക്ക് കാണാൻ കിട്ടുക, പുതിയ ആൾക്കാരുടെ അടുത്ത് അവർക്ക് സംസാരിക്കാൻ പറ്റുക. ഇല്ലെങ്കിൽ അതേ സിമിലർ കണ്ടീഷനുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്ന സമയത്ത് ദേ ഡോണ്ട് ഫീൽ ഐസൊലേറ്റഡ്. കൊച്ചിൻ കോർപ്പറേഷൻ, ജിയോജെറ്റ്, കുസാറ്റ്, അരികെ പാലിയേറ്റീവ് എന്നിവരുടെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് 2022 ആരംഭിച്ച ഉദ്ബോധ് ഡേ കെയർ ഡിമെൻഷ്യ സെന്റർ. ഏത് പ്രായത്തിലും സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളത് ആ മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് കഥകളും പാട്ടുകളും ഒക്കെയായി എല്ലാവരെയും സ്നേഹത്തോടെയാണ് ഉദ്ബോധ് വരവേൽക്കുന്നത്. കുട്ടികളുടെ മനസ്സുള്ള ഒരുപാട് അച്ഛന്മാരും അമ്മമാരുമുള്ള ഈ സ്ഥാപനം സമൂഹത്തിന് മുന്നിലേക്ക് തുറന്നിടുന്ന നല്ലൊരു അംഗൻവാടി കൂടിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ക്യാമറാമാൻ ജിഷ്ണു KR വിജിത, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.